ഹേ ഓൾ, എൻ്റെ പേര് ഡോക്ടർ അസിയ. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഗ്ലൂട്ടാത്തയോനെ കുറിച്ച്. ഗ്ലൂട്ടാത്തയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലായിരിക്കും വരുന്നത്. അത് തന്നെ നമ്മുടെ മാർക്കറ്റ്സിലാണ് ടാബ്ലറ്റ്സ് ആയിട്ടും ഇഞ്ചക്ഷൻസ് ആയിട്ടും അതിൽ ക്രീം ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് ഉണ്ടാക്കുമോ ഇല്ലയോ, അങ്ങനെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും കാണും. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആട്ടോ. ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സെൽഫായിട്ട് ഉണ്ടാകുന്ന സാധനം തന്നെ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഓൾറെഡി ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വെച്ച് കുറെ പേർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും, നമ്മൾ ലൈക്ക് മാർക്കറ്റിൽ നല്ല ക്രീംസ് അങ്ങനത്തെ പല സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ആസ് ഓൾഡ് ഏജ് കൂടുന്തോറും നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻസ് കുറയും. ലൈക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് എല്ലാം കുറയും. അപ്പോൾ നമ്മുടെ ഫേസ് നമുക്ക് തന്നെ അറിയാം, ഡിസ്കളറേഷൻസ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ നമ്മുടെ സ്കിന്നിൽ തന്നെ കുറെ ചേഞ്ചസ് കാണാം. അതിന് ഒരു കാരണക്കാരനും കൂടാണ് കേട്ടോ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജിലൊക്കെ നേരത്തെ സ്കിന്നിൽ പിഗ്മെന്റേഷൻസ്, ഏജിങ് വരുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസ് നടക്കാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ എന്ത് വരുന്നത്, നേരത്തെ തന്നെ ഒരു ഏജിങ് ഫീൽ നമ്മുടെ ബോഡിയിൽ വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യാം, സ്ലീപ്പ്, അങ്ങനെ എല്ലാം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവുന്നു. അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോഴും സ്കിൻ നമ്മൾ പറയുന്നത് ക്രീംസ് അതൊക്കെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ശരിക്കും നീ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ബോഡിക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ കുറവുണ്ടോ അതെങ്ങനെ മനസ്സിലാവുന്നപ്പോൾ ആലോചിക്കും. ശരിക്കും ഈ ഗ്ലൂട്ടാത്തയോൺ കുറവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടന്ന് ഉറങ്ങി പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സ്ലീപ്പ് കിട്ടി പക്ഷെ ഒരു പേരിന് എന്തൊരു സ്ലീപ്പ്, അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഗ്ലൂട്ടാത്തയോൻ്റെ ഒരു കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമോ തന്നെ എനിക്കൊന്ന് കിടന്നാൽ മതി, എൻ്റെ മുന്നേ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഗ്ലൂട്ടാത്തയോൻ്റെ കുറവുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഡിപ്രഷൻ, ആൻസൈറ്റി, അപ്പം നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ഇതായിട്ടില്ല, നമുക്ക് വേറെ പ്രശ്നങ്ങൾ പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ, അത് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കുറവുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് നമ്മളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വേറൊരു സാധനമാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ബ്രെയിൻ ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാറ് നമ്മളോട് എന്തെങ്കിലും പറയാം, ആ സാർ ഇങ്ങനെ ഞങ്ങൾ ചെയ്യാം, ഓക്കെ, പിന്നെ ഒന്ന് ഒരു പോയിന്റ് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് ദൈവമേ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്താ സംഭവിച്ചത്, സാർ എന്തായിട്ട് പറഞ്ഞത്, അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. ആ ഒരു ബ്രെയിൻ ഫോഗ് ഒക്കെ ഈ ഗ്ലൂട്ടാത്തയോൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറ്റാം? ഇതൊക്കെ നമ്മൾ പറയും ഗ്ലൂട്ടാത്തയോൺ എടുത്താൽ മതി, ടാബൊക്കെ ആയിട്ട് എടുത്താലും മതി. പക്ഷെ നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതെന്നുള്ള രീതിയിൽ ആലോചിക്കണം. നമുക്ക് നാച്ചുറലി ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? എങ്ങനെ നാച്ചുറലായിട്ട് ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം? ഫുഡായിട്ട് ഗ്ലൈസിൻ കണ്ടന്റ് കൂടിയ ഫുഡുകൾ എങ്ങനെയാണ്? റെഡ് മീറ്റ്, ചിക്കൻ, അതൊക്കെ നല്ല ഗ്ലൈസിൻ കണ്ടന്റ് കൂടിയ ഫുഡ്. നമുക്ക് അങ്ങനത്തെ ഫുഡുകൾ എടുത്തുകൂടെ? അങ്ങനത്തെ ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഗ്ലൂട്ടാത്തയോണിന്റെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സാധനമാണ് വിറ്റമിൻ ബി കോംപ്ലക്സ്. B12 ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. വിറ്റമിൻ B12 നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ തന്നെ ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടും. വിറ്റമിൻ B12 കൂടുന്ന ഫുഡുകൾ കഴിക്കുന്നത് നല്ല എഗ്ഗ്, ഫിഷ്, ചിക്കൻ, അതൊക്കെ വിറ്റമിൻ B12 ഉള്ള ഫുഡ്. അപ്പോൾ അങ്ങനത്തെ കഴിച്ചാലും ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യണം. ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി അങ്ങനെ കൂട്ടാം. ഫ്രൂട്ട്സ് നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ്: പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, അതുപോലെ തന്നെ മുസംബി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റമിൻ സിനെ ഉപയോഗിച്ച് ബ്രോക്കലി, ക്യാപ്സിക്കം, അങ്ങനത്തെ വെജിറ്റബിൾസും എന്ത് ചെയ്യുന്നു, വിറ്റമിൻ സിനെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഫോളിയേറ്റ്സ്. അതെങ്ങനെ? ഭക്ഷണത്തിൽ നമ്മുടെ ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫോളിയേറ്റ്സ് കൂട്ടും. അതും നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊഡക്ഷൻ. മെയിനായിട്ട് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനം സ്ലീപ്പ്, ഉറക്കം. കറക്റ്റ് ഒരു 6-8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ പണിയാണ്, ശരി, അടുത്ത ദിവസം പണിക്ക് പോകണം, ഉറക്കം 4-3 മണിക്കൂർ ഉറക്കമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ ഹോർമോൺ ലെവൽ എല്ലാത്തിനെയും ശരിക്കും പറഞ്ഞാൽ അത് നശിപ്പിച്ച് കളയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 6 to 8 hours ഒരു മനുഷ്യനെ ഉറങ്ങിയിരിക്കണം. ആ ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊഡക്ഷനോ നോർമലൈസ് ആയിട്ട് നമുക്ക്. പിന്നെ വേറായിട്ട് എടുത്തു പറയേണ്ട സാധനം കേട്ടോ, നമ്മൾ ലോ കാലോറി ആയിട്ടുള്ള ഡയറ്റ് എടുക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടണം. എന്നിട്ടിപ്പോൾ എടുത്ത് കുറെ കഴിക്കുന്നത് കുറയ്ക്കുക, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ബോഡി കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ലെവൽ കിട്ടണം. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് 3 അമിനോ ആസിഡ്സ് വെച്ചുണ്ടാക്കുന്നത്. സിസ്റ്റീൻ, ഗ്ലൈസിൻ ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പോൾ ഈ 3 അമിനോ ആസിഡ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണ്ടേ? അതിനെന്ത് വേണം? ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. അപ്പം നമ്മൾ എന്ത് കഴിക്കണം? കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ബോഡിയിൽ എത്തിയിരിക്കണം. അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഒട്ടും ഇപ്പോൾ നമ്മൾ ഓരോ ഒബീസായി ഇപ്പം നമ്മൾ ഇതൊക്കെ കുറയ്ക്കും. പക്ഷെ എന്നാലും നമ്മുടെ ബോഡിക്ക് വേണ്ട സാധനം നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കുറയ്ക്കാൻ.
അങ്ങനെ ചെയ്യാം. ഷെൽ ഫിഷുകൾ നല്ല കേട്ടോ, കക്ക, അതുപോലെ തന്നെ നമ്മുടെ ക്രാബ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ നമ്മുടെ സെലീനിയം കണ്ടന്റ്, മിനറൽ സെലീനിയത്തിന്റെ കണ്ടന്റ് ഉണ്ട് ഇങ്ങനത്തെ കക്കയിലും ക്രാബിലൊക്കെ. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ സിങ്ക് കൂടുന്ന നട്ട്സുകൾ വേണമെങ്കിൽ മെയിനായിട്ട് എടുത്തുള്ള സിങ്ക് കൂടുന്ന പംകിൻ സീഡ്സ്, അത് അടിപൊളി സംഭവമാണ്. പംകിൻ സീഡ്സ് നമ്മുടെ ബോഡിയിൽ സിങ്ക് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെലീനിയം കൂടാനായിട്ടാണ് സൺഫ്ലവർ സീഡ്സ്. നട്ട്സ് മെയിനായിട്ട് എടുത്ത് പറയാം. നട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് അല്ലേ തന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നട്ട്സ് കഴിക്കുന്നതും നമ്മുടെ ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡയറ്റ് നമ്മൾ നോർമലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലൂട്ടാതയോനെ കുറിച്ചൊരു കുറച്ചെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന രീതിയിൽ ചെയ്തതാട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയോടെ ബൈ.